അപ്പോൾ ഇന്ന് നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാറ്റി റെഡി ആയിട്ട് പോകുന്നത് നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നാത്തൂൻ്റെ വീട് വരുന്നത്. അപ്പോൾ നമ്മളിതാ കിജ്ജും പ്രമാണമൊക്കെ എടുത്തുങ്ങാണ്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മയും താത്തയും ഓലും പോരുന്നുണ്ട്. ഒരു കുട്ടികളെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കൊരു നടക്കേണ്ട ദൂരേ ഉള്ളൂ. പക്ഷേ ഞാൻ കുട്ടികളായിട്ട് വെയിലത്ത് ബാഗും ഇതൊക്കെ പാടിയിട്ട് നടക്കണ്ടേ, അത്ര കുറച്ച് ഇതുണ്ട് കേട്ടോ. കുറച്ച് ദൂരം എന്ന് പറയാനില്ല, അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഓട്ടോക്കെ വിളിച്ചിങ്ങാണ്ട് ഇവിടെ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ താത്ത ഇവിടെ ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പരിപാടി നാത്തൂൻ്റെ മരുമോളെ പ്രസവത്തിന് കൊണ്ടുപോകലാന്ന് കേട്ടോ. അപ്പോൾ അതാ ഈ വീട് ഇപ്പോൾ വീടിരുന്നിട്ടുള്ളൂ കേട്ടോ. ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 2 മാസമൊക്കെ ആയിട്ടുള്ളൂ ഉണ്ടാവുക. അപ്പോൾ അതാ ചിക്കനൊക്കെ പൊരിച്ചലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ പരിപാടിയാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ അത്രയും വേണ്ടപ്പെട്ടവർ മാത്രം കൂടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വന്നവർക്ക് വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ അതാ നമ്മുടെ അളിയനിവിടെ ചോറ് ദമ്മ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് താത്താടെ മരുമോനാണ് കേട്ടോ. താത്താക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണുമാണ്. അതിലത്തെ 2ാമത്തെ മരുമോളെയാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുപോകണത്. പിന്നെ ഒരു മകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓളെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതാ ഇരുന്ന് ചോറയ്ക്കണ ആളാണ് കേട്ടോ പോകണത്. അപ്പോൾ ഇതാ ഓല അവിടെ ഇരുന്ന് ചോറയ്ക്കുന്നുണ്ട്. എൻ്റെ സുന്ദരിമണികൾ ഇതാ ഇവിടെ ട്വിന്നിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കല്യാണ ചെക്കൻ എന്ന് പറയുന്നത്. കല്യാണ ചെക്കനിൽ നിന്നും കൊച്ചിൻ്റെ അച്ഛനിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ആൾ പട്ടാളക്കാരനാണ് കേട്ടോ. അപ്പോൾ 1 മാസത്തെ ലീവിന് ഇപ്പോൾ നാട്ടിൽ വന്നിക്കുകയാണ്. അങ്ങനെ ഓല ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ പെണ്ണിനെ മാറ്റിക്കൽ, അതായത് ഉമ്മയാവാൻ പോകുന്നവളെ മാറ്റിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റിച്ചു കൊടുക്കുന്നത് മൂത്തച്ചിയാണ് കേട്ടോ ഓളുടെ. അങ്ങനെ ഇവരുടെ അമ്മായിയാണ് ഞാൻ, എന്താ നിങ്ങളൊക്കെ വിചാരം. അങ്ങനെ അതാ ഓളെ മാറ്റലും താവലൊക്കെ കഴിഞ്ഞ് ഓള് സെറ്റായിട്ടുണ്ട്. കാക്കൂന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും 5 മക്കളാണ് കേട്ടോ. അതിൽ ഏറ്റവും മൂത്തതാണ് കേട്ടോ ഈ ഒരു നാത്തൂന്. അപ്പോൾ വലിയ താത്തയാണ് കേട്ടോ. അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. മാറ്റിയിറങ്ങി വന്ന് അങ്ങനെ ആൾ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അവളുടെ ഹസ്ബൻഡ് പട്ടാളക്കാരന് ആണെന്നുണ്ടെങ്കിലും കുറച്ച് മടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആൾ കുറച്ച് പിന്നോട്ടാണ്. നമ്മൾ പിടിച്ച് വലിച്ച് നിർത്തണം. അങ്ങനെ ദോയർക്കലൊക്കെ കഴിഞ്ഞ് മിഠായിയൊക്കെ ഒരേച്ച് നമ്മൾ സിയാൻ ബേബി ഇതാ മിഠായിക്ക് വേണ്ടിയിട്ട് തൊലിച്ചരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ നാത്തൂനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയും. കുട്ടികൾ കരയുന്നുണ്ടാലും കരയും, വലിയൊരു കരയുന്നുണ്ടാലും കരയും. എപ്പോഴും ഭയങ്കര തീരെ കൽബുറപ്പില്ലാത്ത ഒരാളാണ് കേട്ടോ ആൾ. അങ്ങനെ ഇതാ ഓള് പോകുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഞാനായിക്കോട്ടെ ഇവിടെ ആരായിക്കോട്ടെ, എൻ്റെ ഇളയിച്ച് മൂത്തേച്ചിയോളം അങ്ങനെ ആരായിക്കോട്ടെ. താത്താക്ക് അങ്ങനെ ആരും ആണെന്നൊന്നുമില്ല, കരയാൻ ആരാണെങ്കിലും കരയും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ കൊടക്കാട്ട് വീട്ടിലോട്ട് പോന്നു.